ഹായ്, ഹലോ, നമസ്തേ, നമസ്കാരം. ഇന്ന് സത്യം പറഞ്ഞാൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നും ഇല്ലാതിരുന്നൊരു ദിവസമായിരുന്നു. തുടങ്ങിയിട്ട് 3-ാം ദിവസം ആകുമ്പോഴേക്കും കണ്ടന്റ് ഇല്ലേ എന്നൊരു ചോദ്യം കമൻറ്റ് ചെയ്യാൻ വരും, പ്രതീക്ഷിക്കുന്നു. അതിന് നല്ല ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു IT ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരുപാട് ടൈം കമ്പ്യൂട്ടറിലൊക്കെ നോക്കിയിരുന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും തലവേദന തുടങ്ങിയ സമയം വരും. കണ്ണിന് വേദന, തലവേദന തുടങ്ങിയ കാര്യങ്ങൾ. അങ്ങനെ വരുമ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യം ഇതാണ്. അതിന് വേണ്ടിയിട്ടാണ് എൻ്റെ റൂമിൽ ഇങ്ങനെ ഒരു ചെറിയൊരു ബൗളിൽ കുറച്ച് മീനിനെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിനുദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ഞാൻ അങ്ങനെ റിസ്ക് എടുക്കുന്ന സമയത്ത് ഇവിടെ ഒന്ന് നോക്കിയിരിക്കും. നല്ല രസമാണ്. ചിലർക്ക് മാത്രമേ അത് ഇഷ്ടപ്പെടുള്ളൂ, എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. ചിലർ ഫോണായിരിക്കും നോക്കുക. അങ്ങനെ ഞാനും ഫോൺ നോക്കാറുണ്ട്, പക്ഷെ ഫോൺ നോക്കി മടുത്തു കഴിഞ്ഞാൽ ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇന്നലെ വൈകിട്ട് അങ്ങനെ നോക്കിയിരിക്കുന്ന നേരത്താണ് എനിക്ക് ചെറിയൊരു ഇന്നലെ അങ്ങനെ നോക്കിയിരിക്കുന്ന നേരത്താണ് ചെറിയൊരു തോന്നിയത്. നല്ല ഫിഷ് നോക്കുക. ഇതിൽ ഞാൻ രാവിലെ എണീക്കും. എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യമാണ്. രാവിലെ എഴുന്നേൽക്കും, ഇവർക്ക് തീറ്റ ഇട്ട് കൊടുക്കും. ഞാൻ എൻ്റെ കാര്യങ്ങളായിട്ട് ഞാൻ മുന്നോട്ട് പോകും. അവർ തീറ്റ കഴിക്കും. നെക്സ്റ്റ് സെയിം റിപ്പീറ്റ്, വീണ്ടും റിപ്പീറ്റ്. അതിൻ്റെ അടുത്ത ദിവസം രാവിലെ എണീക്കും, തീറ്റ ഇട്ട് കൊടുക്കും, ഇവരത് കഴിക്കും. ഇവരതിൽ നീന്തിക്കൊണ്ടിരിക്കും. ഇവർക്ക് പ്രത്യേകിച്ച് വേറെ ഭാരിച്ച പണികളോ ചുമതലകളോ ഒന്നും തന്നെ ഇല്ല. ഒരുപക്ഷെ നമ്മൾ ചെറുപ്പത്തിലെ ആ കാര്യം പറഞ്ഞിട്ടുള്ളതാണ്. വല്ല പട്ടി പൂച്ചയ്ക്കായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ വക കാര്യങ്ങളൊന്നും ചെയ്യേണ്ട. സുഖമായിട്ട് നമുക്ക് നമ്മുടെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് തട്ടിമുട്ടി ജീവിക്കായിരുന്നു. ഈ വക ടെൻഷനില്ല, പിന്നെ ടെൻഷനില്ല. അവന് കളിയാക്കി, ആ ടെൻഷനില്ല. ചീത്ത പറഞ്ഞു, ആ ടെൻഷനില്ല. അങ്ങനെ എല്ലാവിധ ടെൻഷനിൽ നിന്നും മാറി നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ഫ്രീഡത്തിൽ നടക്കാമെന്ന് വിചാരിച്ചിരുന്നൊരു ചെറുപ്പക്കാരൻ നമുക്കുണ്ടായിരുന്നു. ഇങ്ങനെ എന്തെങ്കിലും ജീവികളൊക്കെ ആയിട്ടാണ് നമ്മൾ ജനിച്ചിരുന്നെങ്കിൽ. പക്ഷേ ഇവർക്ക് എളുപ്പമാണ്. ഈ ബൗളിൽ കിടക്കുന്ന ഈ ഒരു ഗോൾഡ് ഫിഷ് അല്ലെങ്കിൽ ഈ അലങ്കാര മത്സ്യങ്ങൾക്ക് ഇത് നല്ല എളുപ്പമാണ്. കാരണം അവർക്കിത് ഭക്ഷിച്ച് ഇവിടെ കഴിച്ച് അവരുടെ കാര്യങ്ങൾ നോക്കി നടക്കും. അതേസമയം ഇതുപോലെ തന്നെ വെള്ളത്തിൽ നീന്തുന്ന, അതായത് പുഴയിലും കടലിലെല്ലാം നീന്തുന്ന മത്സ്യങ്ങളിൽ നിന്ന് കമ്പയർ ചെയ്യുന്നു. അവർക്ക് ഇതുപോലെ ആരും തീറ്റ ഇട്ട് കൊടുക്കാനില്ല. അവർ സ്വയം കണ്ടെത്തണം. ഒഴുക്ക് കൂടുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് നീന്തണം, ഒഴുക്കിനനുസരിച്ച് നീന്തണം. അവരുടേതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. മാത്രമല്ല അവർ ലൈഫിൽ എടുക്കുന്നത് വളരെ വലിയൊരു റിസ്ക്കാണ്. അവരെടുക്കുന്ന റിസ്ക് എന്താണെന്ന് വെച്ചാൽ, ഈ പറഞ്ഞ പോലെ നീന്തണം, എതിർത്ത് നീന്തണം. അതിന് കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് അവർ സ്വയം ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതിനിടയിൽ മീൻപിടുത്തം വരുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ സ്വയം പഠിച്ച് ഇരിക്കുന്നവരാണ്. ആ ഒരു റിസ്ക് അവരെടുക്കുന്നുണ്ട്. ഉള്ളതുകൊണ്ട് എന്താണ്, അവർക്ക് എങ്ങനെ വേണമെങ്കിൽ നീന്താം, അവരുടെ ഫ്രീഡത്തിനനുസരിച്ച് നീന്താം. ഈ ഒരു ചെറിയ ബൗളല്ല അവരുടെ ലോകം. അവരുടെ ലോകം എന്ന് പറയുന്നത് പരന്ന് നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. അതുപോലെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ റിസ്കുകൾ എടുക്കുക. റിസ്കുകൾ എടുക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരുപാട് സമയങ്ങളുണ്ടാവും. അത്തരം സമയങ്ങളിൽ വേറെ സജഷൻസും നിങ്ങൾക്ക് സ്വയം കണ്ടെത്താവുന്ന കാര്യങ്ങൾ അതെല്ലാം കണ്ടെത്തി ലൈഫിൽ റിസ്ക് എടുക്കുക. നിങ്ങൾക്ക് എന്താണോ ആയിത്തീരേണ്ടത്, ആയിത്തീരുന്ന സമയം വരെ നിങ്ങൾ ആ റിസ്ക് ഏറ്റെടുത്തുകൊണ്ടിരിക്കുക. ആ റിസ്കിലൂടെ മുന്നേറാം. എങ്കിൽ നിങ്ങൾ എത്തിപ്പെടുന്നത് വളരെ വലിയൊരു ലോകത്താണ്. വിശാലമായ നിങ്ങളുടെ സ്വപ്നം എന്താണോ ആ സ്വപ്നത്തിലേക്കായിരിക്കും നിങ്ങൾ എത്തിച്ചേരുക. അതേസമയം നിങ്ങൾ ആ ജോലിയിൽ ഞാൻ തന്നെ ഉറച്ചു നിൽക്കുന്നു. ഞാൻ ജോലി ചെയ്യുന്നു, വീട്ടിലേക്ക് വരുന്നു, പിറ്റേ ദിവസം പോകുന്നു, ജോലി ചെയ്ത് വീട്ടിലേക്ക് വരുന്നു, അങ്ങനെയാണെങ്കിൽ ഇതുപോലൊരു ചെറിയൊരു ബൗളിലായിരിക്കും നിങ്ങളുടെ ലോകം. ഒരിക്കലും വിശാലമായൊരു ലോകത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരില്ല. അതേസമയം ജോലിയിൽ തന്നെ ഇതുപോലെ റിസ്കുകൾ എടുക്കുന്നവരുണ്ട്. അതിരിക്കുന്നു. ഞാൻ അത്തരത്തിലുള്ള റിസ്കുകളും എടുക്കട്ടെ. അങ്ങനെ റിസ്കുകൾ എടുത്താൽ മാത്രമേ ലൈഫിൽ വിജയം ഉണ്ടാകുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നിങ്ങളും അങ്ങനെ തന്നെ ചിന്തിക്കുന്നെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും കമൻറ്റ് ചെയ്യുക. നല്ല കമൻറ്റുകൾ റിവ്യൂ ചെയ്യാവുന്ന ഒരു പരിപാടി ഞാൻ ചെയ്യുന്നുണ്ട്. അടുത്ത ദിവസം തൊട്ട് അതുകൊണ്ടായിരിക്കും. നല്ലതായിട്ടുള്ള കമൻറ്റുകൾ വരുന്നുണ്ടെങ്കിൽ അത് ഞാൻ റിവ്യൂ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഞാനുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ Instagram ID ഒപ്പം എൻ്റെ ടെലഗ്രാമിൻ്റെ ID ഞാൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ വന്ന് പേഴ്സണലി മെസ്സേജ് അയക്കാവുന്നതാണ്. അപ്പം ആശംസിക്കുന്നു, റിലേഷൻഷിപ്പ് ഉണ്ടാകട്ടെ, നല്ലൊരു റിസ്കുകൾ എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ലൈഫിൽ എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അവിടെ എത്തിച്ചേരാൻ സാധിക്കട്ടെ. ഒരു ദിവസം ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. നല്ലൊരു കണ്ടന്റ് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും തരാം. ബൈ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഒപ്പം നല്ലൊരു